അനുഗ്രഹിക്കപ്പെടാൻ നാം എന്ത് ചെയ്യണം? എൻ്റെ അനുഭവം കൊണ്ടും വചനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില നഗ്നമായ സത്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് കൈമാറാം. ഒത്തിരി കാര്യങ്ങളുണ്ട് അനുഗ്രഹിക്കപ്പെടാൻ. അതിലൊരു കാര്യം, ദൈവവിളിയുള്ള, ദൈവിക ദർശനമുള്ള, ദൈവ ശബ്ദമുള്ള വ്യക്തികളുമായി നമുക്ക് ചേർന്ന് നടക്കാൻ പറ്റിയാൽ, പറ്റി നിൽക്കാൻ പറ്റിയാൽ, അത് നമ്മെ ദൈവിക അനുഗ്രഹത്തിലേക്ക് എത്തിക്കുവാൻ ഇടയായിത്തീരും. ഉദാഹരണം, അബ്രഹാമിനോടുകൂടെ ചേർന്ന് നടന്ന ലോത്ത് അനുഗ്രഹിക്കപ്പെട്ടു. യേശുവിനോട് കൂടെ ചേർന്ന് നിന്ന 11 ശിഷ്യന്മാരും അനുഗ്രഹിക്കപ്പെട്ടു, ഉണർവിൻ്റെ ഭാഗമായി മാറി. എന്നാൽ ലോത്ത് എപ്പോൾ അബ്രഹാമിൽ നിന്നും മാറിയോ അന്ന് അവൻ്റെ അനുഗ്രഹം ശാപമായി മാറി. യൂദ എപ്പോൾ തൻ്റെ ബുദ്ധിയിൽ ചലിക്കാൻ തുടങ്ങിയോ അനുഗ്രഹം ശാപമായി മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവിക വിളിയും ദൈവിക ശബ്ദവുമുള്ളവരുമായി കൂട്ടിമുട്ടുക, അവരുമായി ചേർന്ന് നടക്കുക. നാമും അനുഗ്രഹിക്കപ്പെടും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.